ആ അപകടം ഒരിക്കൽ കൂടി അവിടെ എങ്ങനെ സംഭവിച്ചു എന്നൊന്ന് വിശദീകരിക്കുക അഷ്കർ കരിമ്പ. ഇപ്പോഴും ആ സ്ഥലത്ത് അപകട ഭീഷണിയുണ്ട്. രാത്രിയിൽ പാഞ്ഞു വരുന്ന വാഹനങ്ങൾ റോഡിൽ മഴ പെയ്ത് സ്ലിപ്പാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാതെ കൂട്ടിയിടിക്കുകയോ റോഡിൽ നിന്ന് സ്ലിപ്പായി മാറാനോ ഉള്ള സാധ്യത ഇപ്പോഴും ആ റോഡിലില്ലേ അഷ്കർ കരിമ്പ? തീർച്ചയായും ഇപ്പോഴും ഇവിടെ മഴ ചാറുന്നുണ്ട്. മഴ കുറച്ചുകൂടി ചാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ, ഈ മഴവെള്ളം മുഴുവൻ ഒഴുകാൻ പോകുന്നത് ഡ്രെയിനേജിലൂടെയല്ല, മറിച്ച് ഇവിടുത്തെ ദേശീയപാതയിലൂടെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. അത് തന്നെയാണ് ഇവിടുത്തെ അപകടത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നിൽക്കുന്ന ഈ വാഹനമാണ് ഇന്ന് 4 വിദ്യാർത്ഥിനികളുടെ ജീവൻ, ഒരു വീട്ടുകാരുടെയൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ ഒരു വിദ്യാലയത്തിൻ്റെയൊക്കെ അഭിമാനമായ 4 വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമായ ഒരു വാഹനമാണ് ഇത്. ഈ വാഹനം ഇന്ന് പാലക്കാട് ഭാഗത്ത് നിന്നും മണ്ണർക്കാട് ഭാഗത്തേക്ക് സിമെൻറ്റ് കയറ്റി ലോറിയുമായി വരികയായിരുന്നു. ഈ വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ ക്യാബിനിൻ്റെ ഭാഗത്ത് മറ്റൊരു ലോറിയുടെ പിൻവശം, അതായത് മണ്ണർക്കാട് ഭാഗത്ത് നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന മറ്റൊരു ലോറിയുടെ പിൻവശം ഈ ഡ്രൈവറിൻ്റെ ഈ ഭാഗത്തായി, ഈ ക്യാബിൻ ഭാഗത്തായി ഇടിച്ചു എന്നാണ് ദൃക്സാക്ഷി പറയുന്നത്. ഈ ഭാഗത്തായി ഇടിച്ചതോടെ തന്നെ ഈ വണ്ടിയുടെ നിയന്ത്രണം വിട്ട വണ്ടി നേരിട്ട് ദേശീയപാതയിൽ നിന്ന് ഇറങ്ങി ഈ റോഡ് അരികിലൂടെ നടന്നു വരികയായിരുന്ന വിദ്യാർത്ഥികളുടെ മുകളിലേക്ക്, ഇവിടെ ഒരു ഡ്രെയിനേജ് ചാല് ഓവുചാല് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ചാലിലേക്ക് വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ഈ ലോറി മറിഞ്ഞ് ഈ ചാലിലേക്ക് വീഴുന്ന അവസ്ഥയുണ്ടായത്. യഥാർത്ഥത്തിൽ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഒപ്പം സൗഹൃദം പങ്കിട്ടുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നും ഏതാനും ദൂരം കൂടി സഞ്ചരിച്ചാൽ ഈ ചെറുളി എന്ന് പറയുന്ന 4 പെൺകുട്ടികളുടെയും താമസ സ്ഥലമായ അവരുടെ വീടുകളിലേക്ക് എത്തും. ആ വീട്ടിലേക്ക് പോകുന്ന വഴി മധ്യയാണ് കരിമ്പ ഹൈസ്കൂളിൽ നിന്ന് വന്ന് ദേശീയപാതയിൽ കയറി ഇവിടെ നിന്ന് റോഡ് മുറിച്ച് കടന്ന് വേണം അവർക്ക് ഇത്തരത്തിൽ ഇവർ വീടുകളിലേക്ക് എത്താൻ. അങ്ങനെ പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഇവർക്ക് അപകടമുണ്ടാവുന്നതും 4 പേരുടെ ജീവൻ, ഒരേ സമയം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കളായ 4 പേരുടെ ജീവൻ, ഒരേ നാട്ടുകാരായ 4 പേരുടെ ജീവൻ ഒരുമിച്ച് പൊലിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ വേദനയിലാണ് ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വേദന മുഴുവൻ ഒരു രോഷമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അവർ ഇവിടെ ഇത്രയും ദിവസം അനുഭവിച്ചു വന്ന അനുഭവങ്ങളുടെ വെളിച്ചം കൂടിയാണ് അത്തരത്തിലൊരു രോഷം പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്താൻ കാരണം നിരവധി തവണയാണ് ഇവിടെ വാഹനങ്ങൾ അപകടപ്പെടുന്നത്. ഓരോ തവണ വാഹനങ്ങൾ അപകടം ഉണ്ടാകുമ്പോൾ പലതവണ പരാതി പറയുന്നു എന്നല്ലാതെ ഈ പരാതിക്കൊന്നും പരിഹാരം ഉണ്ടാകാത്ത അവസ്ഥയുണ്ടെന്ന് പലതവണ സമരങ്ങൾ നടന്നു, നിവേദനങ്ങൾ നൽകിയും നിയമസഭയിലേക്ക് വരെ വിഷയമെത്തി. പക്ഷേ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതിലേക്ക് പരിഹാരം ഉണ്ടായില്ല എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് തവണ ഈ വാഹനം അപകടത്തിൽപ്പെട്ടതിന് സാക്ഷിയായ ആളുകളാണ് ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകളും. അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ നമുക്ക് ഇവരുടെ നിന്ന് എത്തുമ്പോൾ മുതൽ പറഞ്ഞു തരുന്നത് അവരുടെ പ്രതിഷേധമാണ്. കാരണം അത്രയേറെ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുള്ള. നിങ്ങൾക്ക് ഈ നാട്ടുകാരാണല്ലോ, സ്ഥിരമായിട്ട് ഇവിടെ അപകടം ഉണ്ടാകുന്ന ഏരിയ, സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്ന ഏരിയ ആണ് ഇവിടെ. ഇത് ഒരു പലതവണ പരാതി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെ പലതവണ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പലതവണ ഒരു പരിഹരിക്കപ്പെടാൻ പലതും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഫലവത്തായതായിട്ടൊന്നും ഇല്ല. ഇവിടെ റോഡിൽ ഗ്രിപ്പിട്ടപ്പോൾ കുറേ സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ തേഞ്ഞു പോയില്ലേ? ഇതൊക്കെ തേഞ്ഞു പോയി. പിന്നീട് അതിൽ ഗ്രിപ്പ് ഇടലുള്ള മറ്റു കാര്യങ്ങളൊന്നും നടന്നില്ല. ഇല്ല പിന്നെ നടന്നിട്ടില്ല. ഇപ്പോൾ ഈ സൈഡ് കാണുന്ന ഗ്രിപ്പ് പോലെ റോഡിൻ്റെ നടുക്ക് വരെ ഫുള്ള് ഗ്രിപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ആദ്യം. അതൊക്കെ ഇപ്പോൾ മിനുസമായി പോയി. അത് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഇത്തരത്തിൽ റോഡിൻ്റെ സൈഡിൽ ഇത്തരത്തിൽ ഗ്രിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇട്ട ഈ ഗ്രിപ്പുകൾ പക്ഷേ നമുക്കിപ്പോൾ റോഡിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല. അത് സ്ഥിരമായി വാഹനങ്ങൾ സഞ്ചരിച്ച് ആ ഗ്രിപ്പുകളൊക്കെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ പിന്നീട് അതിലൊരു ഇടപെടലോ ഇല്ലെങ്കിൽ നടപടിക്രമങ്ങളോ ഒന്നും തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ഇല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വാഹന അപകടങ്ങൾ തുടർക്കഥയായി എന്നുള്ളതാണ്. അത് അവസാനം ചെന്ന് കലാശിച്ചത് 4 വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമായതിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന.